നിനക്ക് എന്താണ് ആവശ്യമെന്ന് നീ ആഗ്രഹിക്കുന്നതിന് മുമ്പേ തന്നെ നിന്റെ പിതാവ് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് എന്താണ് ആവശ്യമെന്ന് ദൈവം തിരിച്ചറിയുന്നുണ്ട് എന്നൊരു ബോധ്യത്തോടു കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള സുവിശേഷകന്മാരുടെയും പ്രോസ്പെരിറ്റി ക്രൈസ്റ്റിനെ വിൽക്കുന്നവരുടെ പിന്നാലെ നടക്കില്ല എന്നുള്ളതാണ്. ബെന്യാമിൻ ഭക്തിക്കിടയ്ക്ക് ലോജിക്ക് കണ്ടെത്തുന്ന ഒരാളാണ്. ശരിക്കും ആ ഒരു ലോജിക്കും വർക്കാവത്തില്ല. നമുക്ക് വേണ്ടത് മാത്രം ദൈവം തരണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടതായിരിക്കും കിട്ടുക. വേണ്ടാത്ത എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. അത് വേണ്ടാത്ത നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മളുടെ ഏതെങ്കിലും ഡിസിഷൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഈ ദൈവവിശ്വാസിയുടെ പ്രശ്നമാണ്, മതവിശ്വാസിയുടെ പ്രശ്നമാണ്. ഇവിടെ എല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു ഹുക്ക് ഇങ്ങനെ ഇട്ട് വയ്ക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ്, ദൈവഭയമാണ്. പണ്ട് ദൈവമുണ്ടോ എന്നൊരു ചോദ്യം പോലും ചോദിക്കാനായിട്ട് എനിക്ക് പേടിയായിരുന്നു. കാരണം വീട്ടിലപ്പം തന്നെ അമ്മയൊക്കെ പറയും, അങ്ങനെ ചോദിക്കാൻ പാടില്ല, വിശ്വാസത്തെ എതിർത്ത് പറയാൻ പാടില്ല, നശിച്ചു പോകും എന്ന് പറയും. പല ആളുകൾക്കും ഇതിൽ നിന്ന് ഇങ്ങനെ പുറത്തു വരാനായിട്ട് ഭയങ്കര പേടിയാണ്. തകർന്നു പോകുമപ്പാ, അങ്ങനെ സ്നേഹമാണ് ഞങ്ങൾക്ക് ആവശ്യമപ്പാ. എൻ്റെ പൊന്നപ്പ, അപ്പൂപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തൻ അവിടെ കിടന്ന് കരയുന്നുണ്ടല്ലേ. ഇവനെപ്പോലുള്ള ആളുകളുടെ ആത്മവിശ്വാസം കെടുത്തി കളഞ്ഞിരിക്കുകയാണ്. കഴിവില്ലാത്ത ആളുകളായിട്ട് അവരെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അവന് പേടിയാണ്. അയ്യോ, ദൈവവിശ്വാസത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് എൻ്റെ വണ്ടി ടയർ പഞ്ചറായി, അയ്യോ എൻ്റെ വണ്ടി ഇടിച്ചു. അതിപ്പോൾ ദൈവവിശ്വാസിയുടെ വണ്ടി ഇടിക്കാറുണ്ട്. ഇടിക്കുന്ന പല വണ്ടികളുടെ ഫ്രണ്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ചെറിയ അമ്പലമൊക്കെ കാണാം. അപ്പോൾ സംഗതിയൊന്നുമില്ല.